ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിന് ഒരു കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. കസ്റ്റം URL എന്താണ് എന്ന് പറയാം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കസ്റ്റം URL ആണ് www.youtube.com/c/Nived Akkaparambil എന്നത്. ഇങ്ങനെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുടെ ചാനലിന് വേണ്ടി കസ്റ്റം URL ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ youtube.com കഴിഞ്ഞ് പ്രോപ്പറായ പേരൊന്നുമില്ലാതെ കുറച്ച് കുത്തും കോമയും ചില ആൽഫബറ്റ്സ് എല്ലാം ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി നമുക്ക് ഇഷ്ടപ്പെട്ട പേരെല്ലാം കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചാനലിന് എങ്ങനെ കസ്റ്റം URL സെറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ച് നോക്കാം. കസ്റ്റം URL സെറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ ചാനലിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ് ഞാൻ പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് മിനിമം 100 സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സബ്സ്ക്രൈബേഴ്സ് ആവശ്യമാണ്. അതുപോലെ ചാനൽ ഐക്കൺ, ചാനൽ ആർട്ട് എന്നിവ നിങ്ങളുടെ ചാനലിനുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് 30 ദിവസമെങ്കിലും കഴിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. കസ്റ്റം URL സെറ്റ് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം നമ്മൾ ചാനൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് അഡ്വാൻസ്ഡ് സെറ്റിംഗ് എന്ന് കിട്ടുന്നതാണ്. ഇത് സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് മാനേജ് യൂട്യൂബ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വ്യൂ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. സാധാരണയായി ഇവിടെയാണ് നമുക്ക് കസ്റ്റം URL എന്ന ഓപ്ഷൻ വരിക. എന്നാൽ എനിക്ക് ഈ ഒരു സ്ക്രീനിൽ കസ്റ്റം URL വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ചാനലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് യുവർ ചാനൽ എന്നതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം കസ്റ്റമൈസ് ചാനൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ് ലേഔട്ട്, അതുപോലെ തന്നെ ബേസിക് ഇൻഫോ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ബേസിക് ഇൻഫോ എന്നതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് സെറ്റ് എ കസ്റ്റം URL ഫോർ യുവർ ചാനൽ എന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ കസ്റ്റം URL സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ചാനൽ URL മുകളിൽ കാണുന്നുണ്ട്. അതിന് താഴെയായി കസ്റ്റം URL എന്നുള്ളത് www.youtube.com/c/Nived Akkaparambil എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസിയായി നമുക്ക് റിമെമ്പർ ചെയ്യുവാനും നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം തന്നെ നമുക്ക് കൊടുക്കാനും സാധിക്കും. അവർക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ ഡയറക്റ്റായി ആക്സസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിന് ഈ ഒരു കസ്റ്റം URL സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കസ്റ്റം URL സെറ്റ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും തന്നെ വരാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് വേണ്ട കസ്റ്റം URL നെയിം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ പബ്ലിഷ് എന്നൊരു ഓപ്ഷൻ മുകളിലായി കാണാം. ഇപ്പോൾ ഈ പബ്ലിഷ് എന്ന് നമ്മൾ കൊടുക്കുകയാണ്. കൺഫേം കസ്റ്റം URL എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇത് തന്നെയാണ് വേണ്ടത്, അതുകൊണ്ട് നമ്മൾ കൺഫേം എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ചാനലിൽ ഇത് പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിവേദ് ആക്കപ്പറമ്പിൽ എന്ന ഈ ഒരു നെയിം വച്ചിട്ടാണ് എൻ്റെ കസ്റ്റം URL സെറ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്ത് ഇതിൽ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ എൻ്റെ ഈ ഒരു കസ്റ്റം URL ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുകയാണ്. ഇനി ഞാനൊരു ന്യൂ ടാബ് ഓപ്പൺ ചെയ്യുകയാണ്. അതിലേക്ക് ഞാൻ കോപ്പി ചെയ്ത ഈ ഒരു കസ്റ്റം URL പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ പുതുതായി സെറ്റ് ചെയ്ത എൻ്റെ ഈ ഒരു കസ്റ്റം URL ഉപയോഗിച്ച് എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആകുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരോ കൊടുത്ത് കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.
ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.